ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയത് ആര്? പുരസ്കാരം എനിക്കറിയാൻ ജയചന്ദ്രനാണെന്ന് തോന്നുന്നു. എം ജി ആണ്. ന്യൂസ് വായിച്ചു, പക്ഷെ ഞാൻ മറന്നുപോയി. ശ്രീകുമാരൻ തമ്പി. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈന സ്റ്റൗ സെന്ററാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഹൈന സ്റ്റൗ സെന്റർ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നഗരൂർ ജംഗ്ഷനിലാണ്. ഇന്ന് ഞങ്ങളുടെ ഈ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് സ്കൂളിലാണ്? RRV. എല്ലാവരും RRV സ്കൂളിലാണല്ലേ. അപ്പോൾ ഞങ്ങളുടെ കൈവശം നമ്മുടെ ആറ്റിങ്ങൽ റോഡിൽ പ്രവർത്തിക്കുന്ന ഹൈന സ്റ്റൗ സെന്റർ നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ എല്ലാവിധ കമ്പനികളുടെയും സ്റ്റൗ മിതമായ വിലയിൽ ലഭ്യമാകുന്നു. കൂടാതെ എല്ലാ ആക്സസറീസും ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയത് ആര്? ഹരിവരാസന അറിയാമോ? എന്താണ് ഹരിവരാസനം? അയ്യപ്പന് വേണ്ടിയിട്ട് രാത്രി അതിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു അവാർഡാണ് ഹരിവരാസന പുരസ്കാരം. ദേവസ്വം ബോർഡും ചേർന്ന് കൊടുക്കുന്ന ഹരിവരാസന പുരസ്കാരം. അത് ഈ വർഷം നേടിയത് ആര്? അറിയില്ല. ഇവിടെ നിൽക്കുന്ന ഈ ചേച്ചിക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കുന്നതിന് മുമ്പ് ചോദിക്കാം. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആര്? അറിയില്ല. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയത് ആരാണ്? ഹരിവരാസന പുരസ്കാരം അയ്യപ്പനെ പാടി ഉറക്കുന്ന പാട്ടാണല്ലോ ഹരിവരാസനം. ശരിക്കറിയാം, അറിയത്തില്ല. അന്നറിയാണോ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയത് ആരാണെന്ന്? അറിയത്തില്ല, എനിക്കറിയത്തില്ല. അണ്ണാ, ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയത് ആരാണ്? എനിക്കറിയാൻ വയ്യ. കേശവാസം പോലെന്ന് തോന്നുന്നു. എനിക്കറിയാൻ വയ്യ. ഞാൻ അറിയാമായിരുന്നു, ഞാൻ മറന്നുപോയി. ഈ വർഷത്തെ ഹരിവരാസന കൈതപ്പുറം അല്ലല്ലേ, ആരാണോ ഞാൻ മറന്നു. അയ്യപ്പനാണോ? ഓ, മലയ്ക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലേ? അല്ല, ഇപ്പൊ വീട്ടിൽ പോണ്. ഇനി എന്നാണ് ശബരിമലയ്ക്ക് പോകുന്നത്? മറ്റന്നാളല്ലേ? അപ്പോൾ ഞങ്ങളുടെ കൈവശം ഹൈന സ്റ്റൗ സെന്റർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. നഗരൂർ ജംഗ്ഷനിലാണ്, ആറ്റിങ്ങൽ റോഡിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിവിധ കമ്പനികളുടെ സ്റ്റൗ മിതമായ വിലയിൽ ലഭ്യമാകുന്നു. കൂടാതെ അതിനാവശ്യമായിട്ടുള്ള ആക്സസറീസും സർവീസും അവിടെ നിന്നും ലഭ്യമാണ്. വേഗത്തിൽ തന്നെ നമ്മുടെ ഒരു ഫോൺ കോളിലൂടെ തന്നെ നമ്മളെ വീടുകളിലും ഹോട്ടലുകളിലും എത്തി സർവീസ് ചെയ്തു നൽകുന്ന സ്ഥാപനമാണ് ഹൈന സ്റ്റൗ സെന്റർ. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമ്മാനം ലഭിക്കും. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട്, മകൻ അയ്യപ്പനായതുകൊണ്ടും ഹരിവരാസനം അറിയാമോ? ഹരിവരാസനം എന്ന് പറയുമ്പോൾ അത് പാടാനൊന്നും അത്ര വരാ എങ്കിലും അറിയാം. അയ്യപ്പനെ ഉറക്കുന്ന ഒരു ഉറക്ക് പാട്ടാണ് അല്ലേ? സത്യം ആണ് അയ്യപ്പന്റെ ഒരു നാമം. അത് ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത്ര പറയാൻ അറിയത്തില്ല. അറിഞ്ഞൂടാ, ആ പുസ്തകം പഠിക്കത്തില്ല. ചേച്ചി എടുത്തൊന്ന് ചോദിക്കാം. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണെന്ന് തോന്നുന്നു? ജയചന്ദ്രനാണെന്ന് തോന്നുന്നു. ജയചന്ദ്രനല്ല. ജയചന്ദ്രൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അറിയത്തില്ല. ഹൈന സ്റ്റൗ സെന്റർ നൽകുന്ന സമ്മാനമാണ്. നഗരൂർ ജംഗ്ഷനിൽ ആറ്റിങ്ങൽ റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഹരിവരാസന പുരസ്കാരം. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം ജേതാവ് ആരായിരുന്നു? മലയ്ക്ക് പോയില്ല? പോണില്ലേ? ഈ വർഷം പോണില്ലേ? അറിയത്തില്ല. ചേച്ചിക്ക് അറിയാമോ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരായിരുന്നു? ഹരിവരാസന പുരസ്കാര അറിയാം, പാട്ടറിയാം. പക്ഷേ അത് ആരാണ് പാടിയെന്നുള്ള നമ്മളെ
എം ജി ആണ് ശ്രീകുമാർ സാറേ എം ജി ശ്രീകുമാർ അല്ല എം ജി ശ്രീകുമാർ അല്ല. അറിയില്ല. ന്യൂസ് വായിച്ചു പക്ഷെ ഞാൻ മറന്നുപോയി. ഇപ്പൊ അടുത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചു. അറിയില്ലല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അക്സസറീസ് എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഹൈന സ്റ്റൗ സെൻറ്റർ. അലീന ജ്വല്ലറിയുടെ സഹോദര സ്ഥാപനം കൂടിയാണ്. ആറ്റിങ്ങൽ റോഡിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ കമ്പനികളുടെയും സ്റ്റൗ മിതമായ വിലയിൽ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകും. അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടമായത്. മറ്റൊരു അവസരത്തിൽ നേടാം. അപ്പോൾ നഗരൂർ ഓട്ടോ സ്റ്റാൻഡിലെ അനിയണ്ണൻ അല്ലേ അണ്ണാ? അണ്ണൻ രണ്ടാമതൊരു അവസരവും ചോദിച്ചു വന്നിരിക്കുകയാണ്. ഹൈന സ്റ്റൗ സെൻറ്റർ നൽകുന്ന സമ്മാനം അണ്ണന് തന്നെ ലഭിക്കണമെന്നൊരു ആഗ്രഹമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരായിരുന്നു? ശ്രീകുമാരൻ തമ്പി. ഉറപ്പാണ്. എന്നാ ഞാൻ തെറ്റെന്ന് പറയട്ടാ? തെറ്റാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെയാണ് ശ്രീകുമാരൻ തമ്പിക്ക്. അപ്പോൾ ഈ വർഷത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത്, പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വീരമണി ദാസിനാണ്. തമിഴ് ഗായകനാണ്. നിരവധി സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ വീരമണി ദാസിനാണ് ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നമ്മുടെ ദേവസ്വം ബോർഡ് നൽകിയത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൌഷാദിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.